മഹാഭാരതത്തിലെ ധർമ്മവ്യാസന്റെ കഥ ഉണ്ടല്ലോ, ഇറച്ചി വെട്ടിവെക്കുക, അതാണ് ജോലി. പ്രസിദ്ധമായ കഥ, വിവേകാനന്ദ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥ. ഇറച്ചി വെട്ടി വിറ്റുകൊണ്ടിരിക്കവേ അദ്ദേഹം ഈ സത്യം മനനം ചെയ്ത് അറിഞ്ഞു. ഇറച്ചിയും ബ്രഹ്മം, വെട്ടുന്ന കത്തിയും ബ്രഹ്മം, ജ്ഞാനം ബ്രഹ്മം, വെട്ടുന്ന കർമ്മവും ബ്രഹ്മം. ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. ബ്രഹ്മം ബോധം. ബോധമില്ലയോ ഇറച്ചിയുമില്ല, കത്തിയുമില്ല, വെട്ടുന്ന കർമ്മവുമില്ല, ഒന്നുമില്ല. അദ്ദേഹം അത് ഉറപ്പിച്ചു. അതിഗംഭീരനായി ജീവിച്ചു. അവസാനം വരെ ഇറച്ചി വെട്ടി വിൽക്കല് തന്നെ ജോലി. ആ ജോലിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. എന്തിനു പിന്മാറണം? എത്രയോ യോഗിമാർ ഈ ധർമ്മവ്യാധന്റെ അടുക്കൽ വന്ന് ജ്ഞാനം ഗ്രഹിക്കുന്നു, പരമസത്യം. പരമസത്യം ഗ്രഹിക്കാത്തിടത്തോളം യോഗമോ ഭക്തിയോ മറ്റൊന്നും കാര്യമായ പ്രയോജനം ചെയ്യുകയില്ല. എന്താ കാര്യം? സത്യമറിഞ്ഞുകൂടല്ലോ. കൃഷ്ണനെ ഭജിച്ചു, കൃഷ്ണരൂപത്തിൽ മനസ്സേകാഗ്രപ്പെട്ടു. മരിക്കാൻ സമയത്തും കൃഷ്ണചിന്ത. സത്യമെന്താന്ന് പിടിയിട്ടില്ല, കൃഷ്ണൻ ആരാണെന്ന് പിടിയിട്ടില്ല, ശാന്തി കിട്ടില്ല. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നത് എന്റെ അഭിപ്രായമല്ല. നതുമാൻ അഭിജാനന്തി തത്വേന അതശ്ചവന്തി. ഈ കൂട്ടർ തന്നെ ഈ കൃഷ്ണരൂപമാണ് സത്യമെന്ന് കരുതുന്നവർ എന്നെ താത്വികമായി അറിയുന്നില്ല, ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നില്ല. അതശ്ചവന്തി. അതുകൊണ്ടവർ ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്നു. ഈ സത്യം ഓർമ്മിക്കുക. ഇത് പൂർണ്ണമായിട്ട് പിടികിട്ടുന്നില്ലല്ലോ സാർ. സാരമില്ല. വ്യാസൻ മുതൽ വിവേകാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയവരൊക്കെ ഏകഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്നു, ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ഇവരൊക്കെ പറഞ്ഞത് നമുക്കങ്ങ് വിശ്വസിച്ചൂടെ? അപ്പൊ വിശ്വസിക്കാമെങ്കിൽ തൽക്കാലം നമ്മുടെ യുക്തിക്കൊന്നും അങ്ങോട്ട് ഉറപ്പൊന്നില്ലെങ്കിൽ പോലും കാണുന്നതൊക്കെ ബ്രഹ്മം. ഈ മൈക്കും ബ്രഹ്മം, സകലത്തും ബ്രഹ്മം. ഇത് ഉള്ളിൽ ഓർമ്മിച്ചുറപ്പിക്കാൻ എന്താണ് പ്രയാസം? തൽക്കാലം ചെയ്യുന്ന ഒന്നും നിർത്തിവെക്കണ്ട. കോവിലിൽ പോകുന്നുണ്ട്. അപ്പൊ കോവിലിൽ പോവാമോ സാർ? കോവിലല്ല എവിടെ കൂടാത്തത്? എല്ലാം ബ്രഹ്മം. കോവില് ബ്രഹ്മം, അതിനകത്തിരിക്കുന്ന ഈശ്വരൻ ബ്രഹ്മം, തൊഴാൻ പോകുന്ന നമ്മളും ബ്രഹ്മം. ഇതുറപ്പ് വന്നാൽ ഇത് ശാസ്ത്ര സത്യം. ഇതിനൊരു തരത്തിലും ഒരു വ്യതിയാനവും സാധ്യമല്ല. അപ്പൊ ഈ സത്യം കൂടെ ഉറപ്പിക്കാൻ എന്താ പ്രയാസം?